ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് ചാനലിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനെത്താനുള്ള ഫോർമുലേസും ടിപ്സുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, വിജയിക്കണമെങ്കിൽ പലതരം സ്കിൽ ആവശ്യമാണ്. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ് മേജറായിട്ടും. ചില പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സ്കില്ലോ ലോജിക് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് മാത്രമായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ചാനൽ, അത് സെക്കൻഡറി ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്സ് താല്പര്യമുള്ളവർക്കും പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളും ഈ ലിങ്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. ഒരു സാമ്പത്തികമായ ഇടത്തരം കുടുംബമുണ്ടായിരുന്നു. അതിൽ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് മടിയനായിരുന്നു. ആവശ്യമായ വിദ്യാഭ്യാസം സ്കില്ലൊക്കെ നേടിയിട്ടും ജോലിക്ക് പോകാൻ മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ യുവാവ് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ അവന്റെ മനസ്സിൽ ഒരു ആശയം വെച്ചു, യാചന തൊഴിലാക്കിയാൽ എന്തായിരിക്കും നല്ലതായിരിക്കും, അല്ലെങ്കിൽ യാചന തൊഴിലാക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അവൻ വേഷം മാറി യാചകന്റെ വേഷത്തിൽ കുറെ ദൂരമുള്ള സ്ഥലത്ത് കറങ്ങാൻ തുടങ്ങി. ഇവന്റെ അധോഗതി എന്ന് പറയട്ടെ, ഇവൻ ആദ്യം കണ്ട യാചിക്കാൻ ആദ്യം ഇവന്റെ മുമ്പിലെത്തിയ ഒരു മാന്യമായ മനുഷ്യൻ ഇവന്റെ അവസ്ഥ കണ്ടപ്പോൾ നല്ലൊരു തുക ഇവന് കൈമാറി. അപ്പോൾ ഇവനൊരു കാര്യം ബോധ്യപ്പെട്ടു, ഈ യാചന ഏറ്റവും നല്ലൊരു ജോലിയാണ്, ഇതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഇവൻ തീരുമാനമെടുത്തു, യാചിക്കാൻ തന്നെ തീരുമാനമെടുത്തു. അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു. പിറ്റേന്നും വേഷമൊക്കെ മാറി ഇവൻ യാചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്നും ഇവന് കൂടുതൽ തുക കയ്യിലെത്തു. അങ്ങനെ സാമ്പത്തികമായി ഉന്നത സ്ഥലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവൻ യാചിക്കാൻ കൂടുതൽ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലോട്ടെത്തി. അപ്പോൾ അവിടെ ഒരു ബോർഡ് കാണുകയാണ്, യാചന നിരോധന മേഖല. ഇവൻ അങ്ങോട്ട് പ്രവേശനമില്ല. അടുത്ത പ്രദേശത്തോട്ട് പോയി അവിടെയും യാചന നിരോധിച്ചിട്ടുള്ള ബോർഡാണ് പ്രത്യക്ഷപ്പെട്ടത്. നിവൃത്തിയില്ലാതെ വീണ്ടും നടന്ന് അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ ഇവരെ കള്ളനാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ കുട്ടികളെ കൊണ്ട് കല്ലെടുത്ത് ആട്ടി ഓടിച്ചു. അങ്ങനെ കുട്ടികളുടെ അക്രമത്തിൽ രക്ഷപ്പെട്ട് ഒരു കണക്കിന് ഓടി ദൂരെ ഒരുപാട് ഓടി ഒരു ആളില്ലാത്ത സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യന് ഉറക്കം വന്നു. ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണുകയാണ്. തനിക്ക് ഒരുപാട് ഏറുകൊണ്ടിരിക്കുകയാണ്, കല്ലുകൊണ്ടും മുള്ളുകൊണ്ടും. ഇവൻ എന്ത് ചെയ്യുകയാണ്, അതൊക്കെ മാന്യമായി സ്വീകരിച്ച് അതിൽ നിന്ന് നല്ല കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. അങ്ങനെ ഇവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഇവന് തൻ്റെ പവർ മനസ്സിലായി, അല്ലെങ്കിൽ ഇൻബോൺ ടാലന്റ് മനസ്സിലായി. ഇവൻ അങ്ങനെ കയ്യിൽ കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നല്ല സുന്ദരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ട് വിൽപ്പന ആരംഭിച്ചു. അങ്ങനെ ഇവൻ പച്ച പിടിച്ചു. അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട ക്രാഫ്റ്റ്സ്മാനായി ഇവൻ വളർന്നു. ഇവൻ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലെത്തി. ഇത്തരം സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാകുന്ന, വി ഷുഡ് ഐഡന്റിഫൈ അവർ സെൽഫ് ടാലന്റ് ആൻഡ് പവർ, ദെൻ വി ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. നമ്മളെ മാത്സ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ വരാം. താങ്ക്സ് ഓൾ.